ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ടെമ്പിൾ വ്ളോഗാണ്. ഞാനും ചേച്ചിയും കൂടെ പുറത്ത് അമ്പലത്തിലൊന്ന് പോവാണ്. അപ്പം ഇനി ബാക്കി അവിടെ ചെന്നിട്ട് അപ്പോൾ ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. ഞാനും ചേച്ചി ഭയങ്കരമായിട്ട് ഒരുങ്ങി എങ്ങോട്ടും പോകാൻ വന്നേക്കാണ്. ഇവരൊക്കെ ചായ കുടിക്കാനായിട്ട് ഇവരുണ്ട്. ഞാനും ചേച്ചിയും അമ്പലത്തിൽ പോവാണ് ഗായ്സ്. ഓക്കെ, അപ്പം ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും ഞങ്ങൾ 6 പേര് ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾക്ക് യൂസ് ടു ആയി. എല്ലാവരും ഉണ്ട് പഴയതുപോലെ തന്നെ. പ്രാക്ടീസ് ആയി ഗൈസ്. ഞങ്ങൾക്ക് ഓട്ടോയിൽ ഇങ്ങനെ കയറി നോ പ്രോബ്ലം. തള്ള ഇവിടെ ഇരിപ്പുണ്ട്. തള്ളയുടെ കല്യാണമാണ് ഇന്ന്. അപ്പം അവരെയൊക്കെ അവിടെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഞാനും ചേച്ചിയും കൂടെ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഒന്നും പ്രത്യേകിച്ചില്ല. ഞാൻ ജസ്റ്റ് അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലൊരു അമ്പലമുണ്ട്, നല്ല വൈബുള്ളൊരു അമ്പലം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും ചേച്ചി അമ്പലത്തിൽ വന്നു തൊഴുതു. ആ ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വന്ന പാടെ പെട്ടെന്ന് ധൃതിയിൽ ഞങ്ങൾ അമ്പലത്തിൽ കയറി. ശരിക്കും നമ്മുടെ പത്മനാഭപുരം അമ്പലമില്ലേ, ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ എന്താ ചേച്ചി ഇത് മൂലസ്ഥാനമാണെന്നാണ് പറയുന്നത്. ശരിക്കും അതേപോലെ തന്നെ ആദ്യം നമ്മുടെ ഈ അമ്പലമാണ്, അതേപോലെ തന്നെ അത് തന്നെയാണ് ഇത്. നല്ല പീസാണ് ഇവിടെ. അതേപോലെ വലിയ ആൾത്തിരക്കോ കൂട്ടോ അങ്ങനെ ഒന്നുമില്ല. സെയിം ഇത് കണ്ടോ, ഇതാ അവിടെ നമുക്ക് ആൾത്തിരക്ക് കാരണം ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സമാധാനമായിട്ട് നമുക്ക് കാണാം. അതേ സെയിം നമ്മൾ എല്ലാം സെയിം തന്നെ. എങ്ങനെ ഭഗവാനെ 3 ഇതിൽ കൂടെ കാണുന്നു, അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആദികേശവനിൽ വന്നു കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ പ്രസാദത്തിൽ ഒരു നീല ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ തലയിൽ വെച്ചു. ചേച്ചി പറഞ്ഞു തലയിൽ വെച്ചോളാം, നല്ലതാണ്. ഇതേ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി വന്നിട്ട് എന്തോ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്. പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് ചേച്ചി. നൈസ് പ്ലേസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മുടെ പത്മനാഭപുരം സ്വാമി ക്ഷേത്രമില്ലേ, അതേപോലെ തന്നെ സെയിം അതിൻ്റെ ഡിറ്റോ എന്ന് പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഭഗവാനെ കണ്ട് ഒരു തിരക്കും ഇല്ല ഇവിടെ കയറി കാണാനായിട്ട്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ മഞ്ഞ കളർ വെട്ടമൊക്കെ ഇടും. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ശരി, ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ഈ ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ തൊഴുത് കഴിഞ്ഞു. ഒരു വട്ടം നമ്മൾ വലമൊക്കെ വെച്ചു. നമ്മുടെ ഓട്ടോ ചേട്ടൻ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എങ്ങോട്ട് ചേച്ചി പോണേ? എവിടെയാണോ നമ്മുടെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെവിടാണോ അങ്ങോട്ട് നമ്മൾ പോകും. ഓക്കെ, ഇത് കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടി ഇരുട്ടാവണം. അപ്പോഴേ ഈ ലൈറ്റ് ഇട്ടതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം അത്ര ഇരുട്ടായിട്ടില്ല, എന്നാലും നൈസ്, കൊള്ളാം. ഒരു പീസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനും ചേച്ചിയും അമ്പലത്തിൽ നിന്ന് തൊഴുത് നമ്മുടെ വണ്ടിയിൽ കയറി നേരെ അവിടെ എവിടെയാണോ അങ്ങോട്ടാണ് പോകുന്നത്. ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഒരു തൊട്ടടുത്താണ്, നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ അമ്പലം. അമ്പലത്തിൽ വരാത്തവർ ഇവിടെ നമ്മുടെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദികേശവൻ അമ്പലമാണിത്. ഉറപ്പായിട്ടും അമ്പലത്തിൽ വരാത്തവർ വരണം. അത് തൊട്ടടുത്താണ്. ഇനി അവരുടെ അടുത്തോട്ട് പോകാൻ നേരെ ഞാൻ ചേച്ചി അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. ഇവരെല്ലാവരും കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്കും ചേച്ചിക്കും ഇനി എന്ത് കഴിക്കേണ്ടതെന്ന് അറിയില്ല. ഗൈസ്, നമ്മൾ 3 ബ്രദേഴ്സിൽ വന്നിട്ടുണ്ട്. ഇവിടാണ് ഈ ഫെല്ലോസ് ഉള്ളത്. ഈ കടയിൽ കണ്ണാടിയൊക്കെ ഉള്ള കടയാണ്. ഇതാണ് 3 ബ്രദേഴ്സ്. ഇവിടുത്തെ ചായ ഭയങ്കര ഫേമസ് ആണ്. നമ്മളെപ്പോഴും ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കടയിൽ. ഞാൻ വന്നിട്ട് ഒരു ലഡു മേടിച്ചു. എനിക്കിപ്പം വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല. സോ ഞാൻ നല്ല ലഡു, ഇവിടുത്തെ തമിഴ്നാട്ടിലെ ലഡുവിന് എന്താ പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ലഡു മേടിച്ചു. ഞാൻ ലഡു കഴിക്കാൻ പോണേ. കൃഷി ഇപ്പോഴാണ് ചായ കുടിച്ച് തീരുവോ നീ? ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒരു ബഹളം പോലെ. നമ്മൾ ഇത്ര പേർ മാത്രമേ കടയിലുള്ളൂ. നമ്മൾ ഇത്ര പേരേ ഉള്ളൂ, എന്നാലും ഭയങ്കര ബഹളം. ചേച്ചിന്റെ രണ്ടാമത്തെ ചായ, രണ്ടാമത്തെ ചായ. നദിരയ്ക്ക് ചായ ഈ കടയിൽ ഭയങ്കര ഇഷ്ടമാണ്. സോ ഷീ ഈസ് ഡ്രിങ്കിങ് ടീ.
ഞാനും മുഷിയും കൂടെ അവരെ അപ്പുറത്തെ കടയിലാക്കിയിട്ട് ഇപ്പുറത്തെ ഒരു കടയിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. എന്താ കാണാനാണെന്ന് അറിയില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല. അതെ ഈ ബൈറ്റ്സ് ആണ് മേടിച്ചത്. അവരിറങ്ങിയെന്ന് പോവാന്ന്. നമ്മൾ ഓട്ടോയിൽ കയറുന്ന കണ്ടിട്ട് 3 പേര് കയറുന്നിടത്ത് 6 പേര് കയറുന്ന ഈ ഓട്ടോച്ചേട്ടൻ പറയുകയാണെങ്കിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ ആരെയും. ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് കോളേജിലെത്തിയിട്ട് ഇവരിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു ചായ വരാനുണ്ട്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു. അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പം മറ്റൊരു വീഡിയോയിൽ അടുത്ത വട്ടം കാണുന്നവരെ ലവ് യു ഓൾ ആൻഡ് ബൈ.